എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴ് ഇക്കിഴി റിയാക്ഷനാണ് ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം സിനിമയുടെ ജൂക്ക് ബോക്സ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4-5 സോങ്ങുകൾ പുറത്ത് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല, വേറെ ലെവലാ, വേറൊരു മൂഡാണ്. നമ്മൾ അതെടുത്ത് റിയാക്ഷൻ ചെയ്യാൻ പറ്റാത്തത് കോപ്പിറൈറ്റ് അതെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. എന്തായാലും കേട്ടു കേട്ടോ, ഒരു രക്ഷയില്ല. കേട്ടു. വൈബ് എന്നൊക്കെ പറഞ്ഞ ഒരു എന്താ പറയാ, ഒരു മൂഡിൽ അങ്ങ് പോവാണ്. അതാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര സംഭവമായിരിക്കും. നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ആ വന്നിരിക്കുന്ന ജൂക്ക് ബോക്സിനെ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. അതെ, ഇത് ഞങ്ങളത് അങ്ങനെയല്ല, അതായത് ഇല്ലാത്ത സാധനത്തിന് വാവ് സൂപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ അഭിപ്രായം അത് ഞങ്ങളുടെ മാത്രം കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. നമുക്ക് ഇന്നതുപോലെയാണ് ഇത് തോന്നുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇപ്പൊ മലൈക്കോട്ടെ വാലുവന്റെ പോസ്റ്റേഴ്സ്, അതിന്റെ ട്രെയിലർ, ഇതൊക്കെ ആരെങ്കിലും മോശം പറയോ? എല്ലാരും പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോസിന്റെ അടിയിലൊക്കെ ഇത് തന്നെ ഉള്ളൂ. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ആ സിനിമയ്ക്ക്, ഞങ്ങളല്ല സിനിമയ്ക്ക് ഹൈപ്പ് കൊടുക്കുന്ന ആൾക്കാർ. ഹൈപ്പ് കയറാൻ കാരണം ഒരേ ഒരു കാരണമാണ്. അതെ, അതായത് മോഹൻലാൽ ആരുടെ കൂടെ വരുന്നു? ജിജോ ജോസ് പള്ളിശ്ശേരിയുടെ കൂടെ വരുന്നു. ഇനി അതിലൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇനി അതിനെ കുറിച്ച് നമ്മൾ പറയാം, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. നമ്മൾ ഇനി അതിനെ കുറിച്ച് പറയാനും ഇല്ല. എന്താണെങ്കിലും ഈ സംഭവം ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഒരു വേറെ ലെവൽ മൂഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു ഹൊറർ ജോണറുള്ള സിനിമയാണെന്ന് നമുക്കറിയാം. മമ്മൂക്കയുടെ ലുക്ക് നമ്മൾ കണ്ടു, മമ്മൂക്കയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതിൻ്റെ ചെറിയ സൂചന നമുക്കുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്നുള്ള രീതിയിലാണ് ഇതുവരെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം. പിന്നെ രാഹുൽ സദാശിവൻ സിനിമ എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതായത് ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം ആൾ ചെയ്യുന്ന സിനിമ. അതെ, ഭൂതകാലം നമുക്കറിയാം സിനിമ ഏത് രീതിയിലാണ് നമ്മളെ ഞെട്ടിച്ചതെന്ന്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത സിനിമ വരുമ്പോൾ, അതും പാൻ ഇന്ത്യൻ സാധനം. അതെ, അതും മമ്മൂക്ക നായകനായിട്ടും കൂടി വരുമ്പോൾ, സോറി നായകനല്ല, ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് വരുമ്പോൾ അത് ഭീകരമായിരിക്കും എന്നാണ് നമ്മുടെ ഒരു ചിന്ത കേട്ടോ. അപ്പോൾ ഇതിന്റെ ടീസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതിൻ്റെ എല്ലാം നമ്മൾ കണ്ടതാണല്ലോ. അതിലേക്ക് ഈ ഒരു സംഭവം നമ്മളങ്ങ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ വൈബ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടീമും അവർ നേരത്തെ ഈ സംഭവം പുറത്തു വിട്ടത് തന്നെ വളരെ ഈ ഒരു മൂഡിലായിരിക്കും ഈ സിനിമ എന്നുള്ളത് പ്രേക്ഷകർക്ക് നേരത്തെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം. ഇങ്ങനത്തെ BGM-ഉം ഈ ഒരു മ്യൂസിക്കും എല്ലാം നേരത്തെ അവർ വിട്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് അറിഞ്ഞുകൂടെ ആയിരിക്കണം. അതെ, അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ആ സംഭവത്തിന് ഗുണം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അതായത് തിയേറ്ററിലേക്ക് പോകുമ്പോഴേ ഇതിന്റെ മൂഡ് ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതെ, എന്താണെങ്കിലും എന്തായാലും ജൂക്ക് ബോക്സ് ഇന്നലെ പുറത്ത് വന്നതിന് ശേഷം ഓഡിയോ ഔട്ട് നൗ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അത് കാണാം. ഫുള്ളും മറ്റേ മണികളും ഇത് മറ്റേ ഇത് സാധനമാണ് കേട്ടോ. എന്തോ പൂജ നടത്തുന്ന അത് ഒരാളുടെ അല്ലേ? അതെ, ആരെയാണ് പൂജിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും മുമ്പിലിരിക്കുന്നത് ഒരു കാളയുടെ കൊമ്പാണ്. അതും തലയോട്ടി. അപ്പൊ ശരിയായ രീതിയിലുള്ള ഒരു പൂജയല്ലല്ലോ അത്. അതെ, ഇതൊരു എന്താ പറയാ, ഈ ചാത്തൻ സേവ എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ഈ എന്താ അതിനെന്തോ ഒരു പ്രത്യേക പേര് പറയുന്നത്, ആ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഒരു പൂജയൊക്കെ പോലെ. എന്തായാലും ആളുടെ ഇരുത്തം, ആളുടെ ചില സംഭവങ്ങൾ, അതായത് തൊടയുടെ അതായത് നമ്മുടെ മുട്ടുകാലുണ്ടല്ലോ, അതിന് മുകളിലായിട്ട് ഒരു വിരൽ വെച്ച് ഇങ്ങനെ അമർത്തുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് നോർമൽ പൂജാരികൾ ചെയ്യുന്ന പൂജേന്റെ പോലത്തെ സംഭവങ്ങളൊന്നും അല്ല. അതായത് ഒരു മൊത്തത്തിൽ ഇരിക്കുവല്ല, ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഒരു കാലിങ്ങനെ എന്താ പറയാ, ഈ കസേര ഇല്ലാണ്ട് ഇരിക്കില്ലേ, ആ ഒരു ഇരുത്തം. പഴയ ടോയ്ലറ്റ് ഇരിക്കൂലേ, സത്യം, അതിന്റെ മറ്റൊരു രീതിയിൽ അതേപോലത്തെ ഒരു ഇരുത്തവും പിന്നെ ആ കൈ വെച്ചിരിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു നിഗൂഢത. അതെ, എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്ററാണ്. ടോട്ടലി നമുക്ക് ഇതിൻ്റെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഈ ഒരു മണിയും കാര്യങ്ങളും അതിൻ്റെ ആംബിയൻസും ഒക്കെ വരുമ്പോൾ, പിന്നെ നമ്മുടെ ഈ ക്യാരക്ടർ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞമ്മൻ പോറ്റി, അതായിരിക്കും ക്യാരക്ടർ നെയിം എന്നുള്ളത്. അപ്പോൾ കുഞ്ഞമ്മൻ പോറ്റി തീം അത് ഗംഭീര സാധനമാണ്. അത് ഈ ഒരു വൈബിൽ നമ്മളൊന്ന് പ്ലേസ് ചെയ്ത് നോക്കിയാൽ മതി. അതാണ് പറയാൻ വേണ്ടി വന്നതും. ആ BGM ഇതിലേക്ക് വരുമ്പോ എന്തായിരിക്കും അതിന്റെ ഒരു ഭീകരത എന്നുള്ളത് കേട്ടോ. സൂപ്പർ ആയിക്കോട്ടോ. എന്തായാലും ജൂക്ക് ബോക്സ് അവർ പുറത്തു വിട്ടപ്പോൾ കുറച്ച് പോസ്റ്റേഴ്സായിട്ട് ഇവർ ഇത് തന്നിട്ടുണ്ട്. കുഞ്ഞമ്മൻ പോറ്റി തീം സോങ് തന്നപ്പോൾ അത് ആകെ ഒരു 1.5
ഉള്ളൂ, 1.5 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റ് 31 സെക്കൻഡ്. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ ആളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ടല്ലോ, അതാണ് കൊടുത്തിരിക്കുന്നത്. ആ, അപ്പോൾ അതിൽ വ്യക്തമാണ്, അതായത് ഈ ക്യാരക്ടറിൻ്റെ തീം സോങ് ആണെന്നുള്ളത്. അപ്പോൾ ക്യാരക്ടറിൻ്റെ പേര് കുഞ്ഞമ്മൻ പോറ്റി എന്നുള്ളതാണെന്നുള്ളത് വ്യക്തമായി, ഉറപ്പായി. യെസ്. അടുത്തത് ഇതാണ്, അതായത് നമ്മുടെ അർജുൻ അശോകൻ ടീസറിലുണ്ടായിരുന്നല്ലോ, ആള് ആ മനക്കലിലേക്ക് ചെല്ലുന്നതും മന നോക്കി നിൽക്കുന്നതും. ഇപ്പോൾ ശരിക്കും ആള് കൈ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതായത് അപ്പം മുന്നിൽ ആ തമ്പ്രാനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു അതിഥി വന്നിരിക്കുന്നു, എൻ്റെ മനക്കലിലേക്ക് സ്വാഗതം എന്ന് പറയുന്നില്ലേ. അപ്പോൾ അത് നമ്മൾ ടീസറിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ മാളികയെക്കുറിച്ച് തന്നെയാണ് അതിലെ വരികൾ. പൂമണി മാളിക എന്നുള്ളതാണ് ഈ സോങ് തുടങ്ങുന്നത്. എന്തായാലും അതും നല്ല മനോഹരമായിട്ടുള്ള ഒരു സോങ്ങാണ്. പിന്നെ അതിൻ്റെ ലിറിക്കൊക്കെ ഭീകരമാണ്. എന്താണെങ്കിലും ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ അതെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ വേണ്ട പറയാൻ. 2 പേര് ഇവരാണ്. ഒന്ന് ദിന്നാദ് പുത്തഞ്ചേരി, അതായത് പുത്തഞ്ചേരിയുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ. പിന്നെ അമ്മു മറിയ അലക്സ്, ഇവർ 2 പേരുമാണ് എൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും അടിപൊളി ലിറിക്സ് ആട്ടോ, അടിപൊളി. വെറുതെ നല്ല സാധനം അല്ലേ? അതെ, വെറുതെ അങ്ങനെ വെറുതെ വിളിച്ചു വരുത്തിയതല്ലാന്ന് പറഞ്ഞല്ലേ. അതെ, വെറുതെ ഒന്നൊന്നല്ല. തമ്പായ എന്ന സോങ്ങിന് ഇവര് കൊടുത്തിരിക്കുന്ന ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഭീകരാണ്. ഇത് വേറൊരു യൂണിവേഴ്സ് പോലെ ഫീൽ ചെയ്യുന്നത്. അതായത് ആ മനക്കലിലേക്ക്, അതായത് മനയിലേക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ചകൾ ഭീകരമായിരിക്കും. അതായത് ഒരു മായാ കാഴ്ച തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതിപ്പം 2 പേരും നിൽക്കുന്നുണ്ട്, അർജുന അശോകൻ നിൽക്കുന്നുണ്ട്, നമ്മുടെ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ട്. പുറകീന്ന് ആ ഒരു ലൈറ്റില് മമ്മൂക്കേന്റെ ഒരു എൻട്രി കാണുന്നുണ്ട്. അതൊരു ഭീകര സാധനമായിരിക്കും എന്നുള്ള കാര്യം. ഭീകരാണത്. എന്താ അടിപൊളി സാധനം. അവിടെ ആ മുന്നിലേക്ക് ഇങ്ങനെ വരുന്ന അതുണ്ടല്ലോ, അത് എന്താ സംഭവം. അതിന്റെ ലൈറ്റിംഗ് തന്നെ ഗംഭീരമായിട്ടുണ്ട്, ഭീകര. പിന്നെ മണല് പോലെ മണ്ണ് ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട്. അതില് ഒരു സാധനം മറഞ്ഞു കിടക്കുന്നുണ്ട്, അതായത് പകുതി കാണിച്ചിട്ട്. നമ്മൾ ഈ എന്താ പറയാ, പകിട അങ്ങനെ കളിക്കുന്ന, അങ്ങനെ മുന്നോട്ട് അത് വലുതായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ, അതായത് നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങുന്നതല്ല, അതിൽക്കും വലിയ ഇതായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവർ നിൽക്കുന്നത് കളത്തിലാണ്, ചതുരംഗ കളിയിൽ. ഈ 2 പേരും ഈ നീക്കുന്ന കരുക്കളായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ കുറേ ഇങ്ങനെ നിൽക്കുന്ന കുറേ കല്ലുകൾ. ആ കല്ലുകൾ അതിലുണ്ട്. അതുപോലത്തെ 2 ഇവര് എന്നുള്ള രീതിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കളിക്കുന്ന ആളാരാ? ആ പിന്നിൽ നിൽക്കുന്ന ആള് കളിക്കുന്നത് മമ്മൂക്കേന്റെ ക്യാരക്ടർ ആയിരിക്കും, കുഞ്ഞമ്മൻ പോറ്റി. അതെ, ഇവർ രണ്ടുപേരും പന്ത് തട്ടുന്ന സാധനം ഉണ്ടാവും. അതെ, അതായത് ഈ ചതുരംഗ കളിയിൽ നീക്കി കളിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞു തരാണ് ഈ ഒരു ഫോട്ടോയില്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇതൊരു 1.5 സംഭവമാണ്. അടിപൊളി പോസ്റ്റർ ആയിട്ട് ഞങ്ങൾക്ക് ഇത് ഇങ്ങനെയാണ് കണക്ട് ആവുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ഇത് കണ്ടത് പറയുന്നു, നമ്മൾ ഈ സിനിമയുടെ ഹൈപ്പ് കയറ്റുന്നതല്ല. അതായിരിക്കും നിങ്ങൾ ഇനി പറഞ്ഞ അടുത്തയിലേക്ക് കയറാൻ തുടങ്ങിയത്. ഒരിക്കലും അല്ല, നമ്മള് ഇതിനകത്ത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം അതാണ് പറയുന്നത്. അതെ, സംഭവം കറക്റ്റ് അല്ലേ? അതായത് ചതുരംഗ കളി പോലത്തെ ഒരു കളിയാണ്. അവിടെ 2 കരുക്കൾ പോലെ അല്ലെങ്കിൽ നീക്കി വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിലെ 2 ആൾക്കാരാണ് ഈ 2 പേര്. നോക്കിക്കോ, സിനിമയില് മമ്മൂക്കയുടെ ക്യാരക്ടർ ഇതുപോലെ നീക്കി കളിക്കുന്ന ആള് തന്നെയായിരിക്കും, അതിലെ കരുക്കൾ തന്നെ ആയിരിക്കും ആര്? ഈ 2 പേരും. ഓക്കെ, അടുത്തത് ആദിത്യനില്ലാതെ. ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന പോസ്റ്ററുമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസയോ എന്തോ കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സംഭവം ആദിത്യനില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് കമന്റ്സ് വന്നപ്പോഴാണ് മനസ്സിലായത്. ആദിത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് എന്നുള്ളത് തന്നെയാണ്. ദ ഏജ് ഓഫ് മാഡ്നസ് എന്നാണല്ലോ സിനിമയുടെ പേര് തന്നെ. അപ്പൊ ആ അന്ധകാരത്തിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ആദിത്യൻ ഇല്ലാതെ എന്നുള്ളതിന്റെ വരിയിൽ നിന്നുള്ള അർത്ഥം. നമ്മളത് ഇന്നലെ പറഞ്ഞപ്പോൾ അത് ആരെങ്കിലും ക്യാരക്ടർ നെയിം ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. അത് അങ്ങനെ പറയാനുള്ള കാരണം ഈ കുഞ്ഞമ്മൻ പോറ്റി എന്ന് പറയുന്ന ക്യാരക്ടർ തീം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ അവിടെ കാണിക്കുമ്പോൾ അടുത്ത ആദിത്യനില്ലാതെ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ക്യാരക്ടർ ആയിരിക്കാം എന്ന് കരുതി പോയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ക്ലിയർ ആയി, അതും ഗംഭീരം അല്ലേ? അതായത് അത് നല്ലൊരു ആശയം തരുന്നുണ്ട്. ആദിത്യനില്ലാതെ എന്ന് പറയുമ്പോൾ സൂര്യനില്ലാതെ, അതായത് രാത്രിയിലല്ല സംഭവം,
പകലും ഈ സാധനം ഉണ്ടാവില്ല. ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇരുട്ട് തന്നെയായിരിക്കും. അതെ. പിന്നെ അടുത്തത് ദ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള തീം സോങ് ആണ്. അതിൽ കൊടുത്തിരിക്കുന്നത് മമ്മൂക്കയുടെ ആ ഒരു കിരീടം വെച്ച ആ ഒരു രാക്ഷസ രൂപം ഉണ്ടല്ലോ, അതാണ്. പല്ലൊക്കെ മുളച്ച് കണ്ണൊക്കെ അടച്ചു പിടിച്ചിട്ടുള്ള ഐറ്റം. ഇത് അവരെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഞെട്ടിക്കുന്ന ഒരു സാധനം. അതായത് ആളുടെ മറ്റൊരു രൂപം തുടങ്ങുന്നത് ദ ബിഗിനിങ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് സംശയമുണ്ട്. ഓൺലി ഡൗട്ടേ ഒക്കെ നമ്മുടെ സംശയങ്ങളാണ്. ഓക്കെ, അടുത്തത് ഇതാണ് ഇതിലെ ഏറ്റവും ഭീകരം, ദ ഏജ് ഓഫ് മാഡ്നസ്. ഈ ഒരു സോങ്ങിന്റെ വൈബ് ഭീകര. അത് എന്താ പറയാ, ഒരു പ്രത്യേക മൂടുള്ള സാധനമാണ്. അതായത് വരാഹല്ലേ, ആ ഒരു വൈബിലേക്കൊക്കെ എത്തും. ആ വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, സൈക്കഡലിക് ട്രാൻസ് അതാണ് കൊടുത്തിരിക്കുന്നവര്. ഇതിലെന്തായാലും നമ്മുടെ അമാൽഡയുടെ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അമാൽഡയുടെ ഒരു പോസ്റ്റർ ഇവർ പുറത്തു വിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഉണ്ടായിരുന്നു. ഇപ്പൊ ഫുള്ളായിട്ടുണ്ട്. യെസ്, ആളും പുറത്താണെന്ന് തോന്നുന്നു. പുല്ലൊക്കെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ആള് ഗോസ്റ്റ് ആണ്. ആ ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ, ആ ഒരു ക്യാരക്ടറിലേക്ക് പോകുന്നുണ്ട് എന്റെ ഉറപ്പ്. ഞാൻ ഇതിനു മുമ്പ് തന്ന ഉറപ്പ് എന്തായിരുന്നു? ഓസ്ലറില് വില്ലൻ ശരിയാ സംഭവിച്ചില്ലേ? ഉറപ്പാവട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇപ്പോഴും നമ്മൾ പറയണത് റിയാക്ഷൻ ചെയ്യാത്ത നമുക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല കേട്ടോ, ഭീകര സാധനമാണ്. നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു, പക്ഷെ കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ടാണ് ചെയ്യാത്തത്. ജൂക്ക് ബോക്സ് ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല, അതിന് കാരണം അതാണ്. കോപ്പിറൈറ്റ് ഇടേണ്ട താമസം ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും കിട്ടും. അപ്പൊ പോവും ചെയ്തു, പിന്നെ പണിയെടുത്തിട്ട് കാര്യമല്ലോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.